പരിശുദ്ധമായ റമദാനു ഷരീഫിന്റെ രാത്രികളിൽ നമ്മളൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുകൊണ്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന നേരത്ത് നമ്മുടെ നിസ്കാരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തറാവീഹ് നിസ്കാരത്തിൽ, കാരണം തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ 20 റക്അത്തുള്ള നിസ്കാരമാണ്. ഈ 20 റക്അത്തുള്ള നിസ്കാരത്തിൽ ഓരോ റക്അത്തിലെങ്കിലും ഒരു കറാഹത്ത് വന്നാൽ 20 റക്അത്ത് കഴിയുമ്പോഴേക്ക് 20 കറാഹത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ വന്നു ചേരും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ കറാഹത്ത് പലപ്പോഴും വരാനുള്ള സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മളൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പലതും വിട്ടുപോകാറുണ്ട്. ഉദാഹരണത്തിന് ദുആഉൽ ഇഫ്തിതാഹ്, നമ്മളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹയ്ക്ക് മുമ്പ് ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലാറുണ്ട്, വജ്ജഹത്തു ചൊല്ലാറുണ്ട്. വജ്ജഹത്തു എന്ന പേരിലാണ് അത് പ്രസിദ്ധമായത്. ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് അതിന്റെ പേര്. വജ്ജഹത്തു എന്ന പേര് അത് പ്രസിദ്ധമാണ്. ഈ വജ്ജഹത്തു അഥവാ ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ കറാഹത്താണ്. ഇത് നിസ്കാരത്തിൽ ചൊല്ലാതെ ഒഴിവാക്കൽ, ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ കറാഹത്താണ്. ആ നിലക്ക് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വജ്ജഹത്തു ഓതാതെ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലാതെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോഴേക്ക് 10 കറാഹത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ വരും. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്തിൽ, നമ്മളൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ ഓതുന്ന അവസാനത്തെ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗുഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അലൻതു വമാ അസ്ഫർതു എന്ന് തുടങ്ങിയ ദുആ. ഈ ദുആയും സുന്നത്താണ്. ഈ ദുആയിൽ അവസാനത്തിൽ ഒരു 2 വരിയുണ്ട്. എന്താണ് വരി? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. ഈ 2 വരി 4 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അത് നരകത്തിൽ നിന്ന് കാവൽ, അതുപോലെ തന്നെ ഖബറിൽ നിന്ന് കാവൽ, ഖബറിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ, ജീവിതത്തിലെയും മരണത്തിലെയും ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ മസീഹുദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കൽ നിസ്കാരത്തിന്റെ അവസാനത്തെ ദുആയിൽ ഉണ്ടാവണം. അത് സുന്നത്താണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അവസാനത്തെ 4 കാര്യം ഏതൊക്കെ? നരകത്തിൽ നിന്നുള്ള മോചനം, ഖബറിൽ നിന്നുള്ള ഖബറിന്റെ ഫിത്ന, നരകത്തിന്റെ ശിക്ഷ, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്ന, മസീഹുദ് ദജ്ജാലിൽ നിന്നുള്ള ഫിത്ന. ഈ 4 കാര്യങ്ങളും നിസ്കാരത്തിൽ കാവൽ ചോദിക്കൽ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്തുമാണ്. അപ്പോൾ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യം, ഒന്ന് ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ കറാഹത്താണ്, അതുപോലെ തന്നെ അവസാനം പറഞ്ഞ ഈ ദുആഇ നിസ്കാരത്തിൽ ഒഴിവാക്കൽ കറാഹത്താണ്. ഇതൊക്കെ ഒഴിവാക്കി നിസ്കരിക്കുകയാണെങ്കിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം കഴിയുമ്പോഴേക്ക് 20 കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. 20 കറാഹത്ത് നമ്മുടെ നിസ്കാരത്തിൽ വന്നു ചേരുന്നു. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പാലിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. എന്നാൽ തറാവീഹാണ്, തറാവീഹ് നിസ്കാരമാണ്. എല്ലാവരും കുറച്ചൊക്കെ സ്പീഡൊക്കെ കൂട്ടി, സാധാരണ നിസ്കാരങ്ങൾ പോലെ അല്ല, കുറച്ചൊക്കെ വേഗത കൂട്ടിയാണ് തറാവീഹ് നിസ്കരിക്കാറുള്ളത്. അതിനാൽ തന്നെ നമ്മൾക്ക് ഈ കറാഹത്ത് ഒഴിവാകാനും സുന്നത്ത് ലഭിക്കാനും മഹാന്മാരായ പണ്ഡിതന്മാർ ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വജ്ജഹത്ത് ഓതണ്ട. സുബ്ഹാനല്ലാഹ്, വജ്ജഹത്ത് ദുആഉൽ ഇഫ്തിതാഹ് ഓതുന്നതിന് പകരം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിനു ശേഷം എല്ലാ 2 റക്അത്തിലും സലാം വീട്ടി പിന്നീട് റക്അത്ത് തുടങ്ങുമ്പോൾ 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തുവിന് പകരം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ നിസ്കാരത്തിലെ ആ ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കിയ കറാഹത്ത് പോവുകയും ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലിയ സുന്നത്ത് ലഭിക്കുകയും ചെയ്യും. സമയം ലാഭമാണ്, കറാഹത്ത് പോകും. ഇത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ്,
നമ്മൾ അവസാനത്തെ ദുആ തുടക്കം മുതലൊന്നും ചെല്ലാൻ നിൽക്കണ്ട. അത്തഹിയാത്ത് ചൊല്ലുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു ചൊല്ലണ്ട. പക്ഷെ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. ഇതും ചൊല്ലുക. ഇത് മാത്രം ചൊല്ലുക. നബിയുടെ മേൽ അത്തഹിയാത്ത് ചൊല്ലുക, നബിയുടെ ആലിന്റെ മേലിലും നബി തങ്ങളുടെ മേലിലും സ്വലാത്ത് ചൊല്ലുക. ശേഷം ഈ അവസാനത്തിൽ പറഞ്ഞ ഈ ദുആ ഇതും മാത്രം ചൊല്ലിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തറാവീഹ് നിസ്കാരം കഴിക്കുകയും അതുപോലെ തന്നെ കറാഹത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ വരാതെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാൻ കഴിയും. ഇത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കുന്ന പുരുഷന്മാരൊക്കെ അവരൊക്കെ പലപ്പോഴും പലരും തല തുറന്നിട്ട് ആണ് നിസ്കരിക്കുന്നത്. അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം തലയും ചുമലും നിസ്കാരത്തിൽ തുറന്നിട്ടുള്ള കറാഹത്താണ്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ തല തുറന്നിട്ട് 20 റക്അത്തൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ തല തുറന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഒരുപാട് കറാഹത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ വന്നു ചേരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായി തറാവീഹ് നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ, കറാഹത്തുകളില്ലാതെ അബദ്ധങ്ങളില്ലാതെ നുക്സാനുകൾ വരാതെ നിസ്കരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക.